മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 9th 9ാം ക്ലാസ്സിലെ ആദ്യത്തെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്നതിലെ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്സ്യൂള് 9ാം ക്ലാസ്സിലെ മാത്രമല്ല മറ്റ് എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസ്, മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലാസ്സിൻ്റെ പേരടിച്ചു നോക്കി വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. കാരണം തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സമയം കളയാതെ ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രോബ്ലം വരുന്നത് പേജ് നമ്പർ 10-ലാണ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ബാഗിനും അതേപോലെ ചെരുപ്പിനും കൂടിയിട്ട് ആകെ 1100 രൂപ വിലയുണ്ട്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ അധികമാണ് എങ്കിൽ ബാഗിന്റെ വില എത്ര, ചെരുപ്പിന്റെ വില എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് അതിന് ബാഗും സ്ലിപ്പേഴ്സും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1100 രൂപ. ബാഗിന്റെ പ്രൈസ് സ്ലിപ്പറിന്റെ പ്രൈസിനെക്കാളും 300 മോറാണ് എങ്കിൽ ഓരോന്നിന്റെയും വില നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മെന്റൽ മാത്ത് ആക്കി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് വേരിയബിൾ ഉപയോഗിച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചെയ്യാനാണ്. അപ്പൊ രണ്ട് രീതികളിലും ഞാൻ ആദ്യം നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. ഓരോ ചോദ്യത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കിയാൽ മാത്തമാറ്റിക്സിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇത് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. നോക്കാം നമുക്ക്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ബാഗും സ്ലിപ്പറും കൂടിയ പൈസയാണ് 1100 രൂപ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബാഗിന്റെ പ്രൈസിൽ നിന്ന് സ്ലിപ്പറുടെ പ്രൈസ് കുറച്ചാല് 300 രൂപ കിട്ടും. കാരണം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 300 രൂപയാണ്. ഇവര് തമ്മിലുള്ള സമ്മ് 1100 രൂപയാണ്. അപ്പൊ ഒന്നാമത്തെ തുടർച്ചയായിട്ടുള്ള 3 പ്രോബ്ലങ്ങളിലും ഒരേ ആശയമാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മെന്റൽ മാത്ത് ആക്കി ചെയ്യുകയാണെന്നാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാ സം ഡിഫറൻസ്. ഈ മോഡലിലേക്ക് നമ്മൾ കാണുക ആണ് എങ്കിൽ, അതായത് തന്നിരിക്കുന്ന രണ്ട് വിലകളെ ഒന്ന് തുകയായും ഒന്ന് വ്യത്യാസമായും കാണുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വഴിയാണ് ആദ്യം പറയുന്നത്. 1100 നിന്ന് ആ ഡിഫറൻസ് നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്യുക. അത് 300 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 800 രൂപ കിട്ടും. ഈ 800 രൂപയെ രണ്ടായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുക. 400. അപ്പോൾ ഈ കിട്ടുന്ന വിലയാണ് അതിൽ ചെറിയതിന്റെ പ്രൈസ്. ചെറിയത് ഉദ്ദേശിക്കുന്നത് ബാഗും സ്ലിപ്പറും ഉണ്ടാവുമ്പോൾ ബാഗിനാണ് പൈസ കൂടുതൽ. അപ്പൊ നമ്മൾക്ക് കിട്ടിയ വില സ്ലിപ്പർ ചെരുപ്പിന്റെ വിലയാണ് ഇപ്പൊ കിട്ടിയത് 400 രൂപ. അപ്പം നമുക്ക് മനസ്സിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും സ്ലിപ്പറിന്റെ പൈസ നമുക്ക് കിട്ടിയത് 400 രൂപയാണ്. അപ്പൊ ബാഗിന്റെ പൈസയാണ് ചോദിച്ചിട്ടുണ്ട്, അതും ചോദിച്ചു എന്ന് വിചാരിച്ചോ. എങ്കിൽ അതിന്റെ ഉത്തരം വരല് നമ്മളുടെ 400ന്റെ കൂടെ അധികം വരുന്ന 300, 400ന്റെ കൂടെ 300 കൂടെ കൂട്ടിയാല് നമുക്ക് 400 + 300 നമുക്ക് കിട്ടും 700 രൂപ നമുക്ക് കിട്ടും. സ്ലിപ്പറിന്റെ മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 400 രൂപ, ബാഗ് കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. തന്നിരിക്കുന്ന വിലകള് 2 നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ഒന്ന് തുകയും രണ്ടെണ്ണത്തിന്റെ ഒന്നിച്ചിട്ടുള്ള വിലയും, ഒന്ന് രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാല് ആദ്യം ഈ തുകയിൽ നിന്ന് ഈ വ്യത്യാസത്തെ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് അധികമുള്ള പൈസ അങ്ങ് കുറച്ച് കഴിഞ്ഞാല് എന്തായി, ഈ 300 പോയി കഴിഞ്ഞാല് ബാഗിനും സ്ലിപ്പറിനും ഒരേ പൈസയായി. അതുകൊണ്ടാണ് അത് 400 എന്ന് വന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെറിയതിന്റെ വില, ഇത് വലുതിന്റെ വില, വലിയ വിലയാണ് ഇത് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടി.
ഇനി ഇത് നമുക്ക് എക്സ് എടുത്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ബാഗും സ്ലിപ്പറും കൂടിയിട്ട് 1100 രൂപ, ബാഗിന് സ്ലിപ്പറിനേക്കാളും 300 രൂപ അധികം. അപ്പോൾ സ്ലിപ്പറിന്റെ പൈസ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അത് എക്സ് എന്ന് വിചാരിച്ചാല് ബാഗിന്റെ പൈസ എത്ര വരും? എക്സിന്റെ കൂടെ 300 കൂടി കൂടുന്നത് വരും. ബാഗിന്റെ പൈസ സ്ലിപ്പറിന്റെ കൂടെ 300 കൂടെ കൂടും, എക്സും 300 കൂടും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് തന്നിട്ടുണ്ട് 1100 ബാഗ് പ്ലസ് സ്ലിപ്പർ. അപ്പൊ നമ്മൾക്ക് കിട്ടും എക്സും എക്സ് പ്ലസ് 300 കൂട്ടിയാല് നമുക്ക് എഴുതാൻ പറ്റും 1100 എന്ന്. നോക്ക്, എക്സും നമുക്ക് 2x പ്ലസ് 300 ഈക്വൽ ടു 1100. അപ്പൊ 2x സമം 1100 പ്ലസ് 300 ഇങ്ങോട്ട് നമുക്ക് മാറ്റിയാല് -300 ആയിട്ട് വരും. അപ്പൊ 1100 നിന്ന് 300 കുറച്ചാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 800 രൂപ കിട്ടും. 2x 800 രൂപയാണെങ്കിൽ അതിൽ നേരെ പകുതിയായിരിക്കും എക്സ് വരിക. എക്സ് 800/2 ഈക്വൽ ടു 400 എന്ന് നമുക്ക് കിട്ടും. എക്സ് 400 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്ലിപ്പറിന്റെ പൈസയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്, അത് നമുക്ക് 400 400 എന്ന് കിട്ടി. ഇനി ബാഗിന്റെ പൈസ ചോദിച്ചില്ലെങ്കിൽ എക്സിന്റെ പൈസ 400 കിട്ടിയല്ലോ. ആ 400ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 300 കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 700 രൂപ കിട്ടും. നോക്കൂ, 400 എക്സ് സ്ലിപ്പറിന്റെ പൈസ നമുക്ക് കിട്ടിയത് 400, ബാഗിന്റെ പൈസ നമുക്ക് കിട്ടിയത് 700 രൂപ. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത കുട്ടികൾ ആദ്യം മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പൊ ഓരോ ടൈപ്പ് എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരും ക്ലാസ് തുടർന്ന് പോകുന്ന സമയത്ത്. ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? 2 വിലകൾ നമുക്ക് ചോദ്യത്തിൽ തരുന്നു. അതില് ഒന്ന് തുകയും മറ്റേത് ഡിഫറൻസും ആയിട്ട് കിട്ടുകയാണ് എങ്കിൽ മെന്റലി നമുക്ക് മെന്റൽ മാത്ത് ആയിട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ ഡിഫറൻസ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ 50-50 ആക്കിയിട്ട് ചെറിയ വില, ആ ഒരു വില ചെറുതിന്റെ വിലയായിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? ഇനി എക്സ് എടുക്കുകയാണെങ്കിൽ ചെറുതിന്റെ വിലയെ നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എക്സ് ആയിട്ട് എടുക്കണം. അപ്പൊ എക്സിന്റെ കൂടെ 300 കൂട്ടിയാൽ വലുതിന്റെ പൈസ കിട്ടി. ബാഗും സ്ലിപ്പറും കൂട്ടിയാൽ നമുക്ക് 1100 തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുതി ഇക്വേഷനായി എക്സിന്റെ വില കണ്ടുപിടിച്ചു. ഈ ചോദ്യം കൃത്യമായിട്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. the sum of two numbers is 26 and the difference is 4. What are the numbers? മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ 2 സംഖ്യകളുടെ തുക 26, അവയുടെ വ്യത്യാസം 4 എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഐഡിയ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമുക്ക് സം എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്, ഡിഫറൻസ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത മോഡൽ ഓർമ്മിക്കുക. സം മൈനസ് ഡിഫറൻസ്, തുക മൈനസ് വ്യത്യാസം. നോക്കൂ, തുക മൈനസ് വ്യത്യാസം 26ൽ നിന്ന് വ്യത്യാസം എത്രയാണ്? 4 അങ്ങ് കുറക്കുക, നമുക്ക് എത്ര കിട്ടും? 22. അതിനെ 50-50 ആക്കിയാൽ എത്ര കിട്ടും? 11 കിട്ടും. ഇത് ഏതിന്റെ വിലയാണ്? അതിലത്തെ ചെറിയ സംഖ്യയുടെ വില. അപ്പൊ ചെറിയ സംഖ്യ എത്ര എടുക്കാം? സ്മോൾ നമ്പർ, 2 നമ്പർ ഉണ്ടാവുമല്ലോ. സ്മോൾ നമ്പർ നമുക്ക് കിട്ടുന്നത് എത്ര? 11. അപ്പൊ വലിയ ലാർജ് നമ്പർ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ഇതിന്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? ഡിഫറൻസ് കൂട്ടിയാൽ മതി, 15. ഇത് ലാർജ് നമ്പർ ആയിരിക്കും. അതായത് ഇത് ചെറിയ സംഖ്യ, ഇത് വലിയ സംഖ്യ. ഓക്കെ, ഇങ്ങനെയാണ് മനസ്സിൽ പറയേണ്ടത്. ആദ്യം വ്യത്യാസം കുറക്കുക, നേരെ പകുതി ആക്കുക, എന്നിട്ട് അതിലത്തെ ഒന്ന് ചെറിയ നമ്പർ, വലിയ നമ്പർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ നമുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? ചെറിയ നമ്പർ എത്ര നമുക്കറിയാം? 11, 15. ഇനി ഇത് കറക്റ്റിന് നോക്ക്. 11ഉം 15ഉം 26. 15ന് 11 പോയാൽ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ ആൻസർ വളരെ കറക്റ്റ് ആണ്. ഇത് മെന്റൽ മാത്ത് ആയിട്ട് നമ്മൾ ചെയ്യാണ്. ഇനി ഇതിനെ നമ്മൾ എക്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ എന്താ പറയാ? ചെറിയ നമ്പറിന് നമ്മൾ എന്ത് വിചാരിക്കുക? നോക്കൂ, സ്മോൾ നമ്പർ ചെറിയ സംഖ്യയെ നമ്മൾ എന്ത് വിചാരിക്കുക? എക്സ്.
ഓക്കെ, അപ്പോ വലിയ സംഖ്യ എത്ര വരും? ലാർജ് നമ്പർ എത്ര കിട്ടും? ലാർജ് നമ്പർ അല്ലെങ്കിൽ വലിയ സംഖ്യ, ഇത് വലിയ സംഖ്യ, ഇത് ചെറിയ സംഖ്യ. നോക്കൂ, ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ചെറുതും വലുതും തമ്മിൽ വ്യത്യാസം എത്രയാണ്? 4 അപ്പൊ ചെറുതിനേക്കാളും 4 അധികം ഉണ്ടാവും. അത് x+4 ആയിരിക്കും. ഡിഫറൻസ് 5 ആണെങ്കിൽ x+5 ആയിരിക്കും. ഇനി എന്താണ്? രണ്ട് സംഖ്യകളുടെ സമ്മാണ് എന്ത്? 26. രണ്ട് സംഖ്യകളുടെ തുകയാണ് 26. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ നമുക്കിവിടെ എഴുതാം സം എന്ന് പറയുന്നത് 26 സം എന്ന് പറഞ്ഞാൽ സം ഓഫ് നമ്പേഴ്സ്, അതായത് തുക എക്സും x+4 കൂട്ടിയ 26. അപ്പൊ എക്സും 2x+4 26. അപ്പൊ 2x നമുക്ക് എത്ര കിട്ടും? 26 -4. ഓക്കെ, +4 ഇങ്ങോട്ട് പോയാല് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകും -4. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 22. 2x നമുക്ക് കിട്ടി 22. 2x 22 കിട്ടിയ x കണ്ടുപിടിക്കാൻ വലിയ പണിയില്ലല്ലോ. x എത്ര വരും? 22ന്റെ നേരെ പകുതി എടുത്താൽ മതി. അതെത്രയാണ്? 11. എക്സിന്റെ വില 11 കിട്ടിയാല് നമുക്ക് എന്തെഴുതാം? ചെറിയ സംഖ്യ x 11. പിന്നെയോ വലിയ സംഖ്യ x+4 അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര? 11 + 4 സമം ആൻസർ നമുക്ക് കിട്ടും 15. ഓക്കെ, 15 നേരത്തെ കിട്ടിയ സംഖ്യ അല്ലേ? 11 15. ഇവിടെയും 11 15 നമ്പേഴ്സ് നമുക്ക് എഴുതാം. 11 11 15 എന്ന് പറയുന്ന നമ്പേഴ്സ് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ മെന്റൽ മാത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യത്തിൽ പറയേണ്ടത്, ഒരു സമ്മും ഡിഫറൻസും തന്നില്ലെങ്കിൽ ചെറിയ നമ്പറിനെ x ആയിട്ട് എടുക്കുക, വലിയതിനെ എടുക്കുക കേട്ടോ. വലിയ നമ്പറിനെ x ആയിട്ട് എടുക്കുക. വലിയ നമ്പർ x ആയിട്ട് എടുത്താൽ ചെറിയ നമ്പർ x-4 വരും. ഓക്കെ, മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ നമ്പറിനെ x എടുത്തു. അപ്പൊ വലിയ നമ്പർ x+4. രണ്ട് നമ്പറിന്റെ സമ്മ് 26. അപ്പൊ രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വില നമുക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാംഗിൾ is 40 centimeters and one side is 8 centimeters longer than the other. Calculate the length of the sides എന്നാണ്. അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് തന്നത് 40. പിന്നെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. ഇവിടെ നമുക്ക് നീളവും വീതിയും ഉണ്ടാവുക. അപ്പൊ വീതിയെക്കാളും 8 സെന്റിമീറ്റർ കൂടുതലാണ് നീളം വരുന്നത്. ഇതിന്റെ ആകെയുള്ള ചുറ്റളവും നമുക്ക് തന്നിട്ടുണ്ട് 26 സെന്റിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഈസിയാണ്. നോക്ക്, 26. പെരിമീറ്ററിന്റെ മലയാളം ചുറ്റളവ്. ഓക്കെ, ചുറ്റളവ് തന്നത് 26 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ചുറ്റളവിന്റെ നേരെ പകുതിയാണ്, ഹാഫ് ആണ്. ശ്രദ്ധിക്കണം, ചുറ്റളവിന്റെ ഹാഫ് ആണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് നീളം കൂട്ടണം വീതി. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പൊ 13 ഇത് വരിക. അതെങ്ങനെയാണ് മനസ്സിലാവുക? ഇത് നോക്ക്, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഡബിൾ എടുത്താല് ഇതിന്റെ 4 ആയി. കാരണം ഇതും 2 ഉണ്ട്, ഇതും 2 ഉണ്ട്. അപ്പോ ഇതിന്റെ ഡബിൾ ആണ് ടോട്ടൽ നീളം, ഇതിന്റെ ഡബിൾ ആണ് ടോട്ടൽ വീതി. അപ്പോ നീളവും വീതിയും ഒരു തവണ ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് അതിന്റെ ഡബിൾ എടുത്താൽ പെരിമീറ്റർ ആയി, ചുറ്റളവായി. അപ്പൊ ചുറ്റളവിന്റെ നേരെ പകുതി എടുത്താൽ അത് ആരുടെ നീളത്തിന്റെ തുകയായിരിക്കും? ഈ സൈഡും കൂട്ടുന്നതായിരിക്കും ഈ 26ന്റെ പകുതി വരിക. 26 ഫുള്ളായി, അതിന് നേരെ ഹാഫ് എടുത്താല് നീളവും വീതിയും കൂടെ കൂട്ടുന്നതിന് തുല്യമായി. നോക്കേ, പിന്നെന്താണ് പറഞ്ഞത്? ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? വ്യത്യാസം എത്ര വരും? ഒന്ന് മറ്റേനേക്കാൾ 8 കൂടുതലാന്ന് പറഞ്ഞാല് വ്യത്യാസം 8 വരും. അങ്ങനെയാണല്ലോ വരിക. വ്യത്യാസം 8 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് നോക്കിയാൽ വ്യത്യാസം 8 കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് സമ്മാണ്. നീളവും വീതിയും കൂട്ടിയ നമ്മൾ എടുക്കില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ പ്രകാരം മനസ്സിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സമ്മ് മൈനസ് ഡിഫറൻസ്. സമ്മ് എത്രയാണ്? 13. അപ്പൊ 13 മൈനസ് ഡിഫറൻസ് എത്രയാണ്? 8. 13 ഇട്ട് പോയാൽ നമുക്ക് എത്ര കിട്ടി?
5. ഓക്കെ, 5 കിട്ടിക്കഴിഞ്ഞാൽ 5 നേരെ പകുതിയാക്കുക. 5ന്റെ പകുതി നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? 2.5, 2.5. അപ്പൊ 2.5 ആണ് കിട്ടുന്നത് ചെറുതിൻ്റെത്. ഈ ചെറുത് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിളില്, ഒരു ചതുരത്തിൽ ചെറിയ വശം എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ വീതിയാണ് വരിക. അപ്പൊ ഈ 2.5 ആരായിരിക്കും? വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. ഓക്കെ, അത് കുട്ടികൾക്ക് അറിയാലോ. ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ് നമ്മൾ കൂടുതലുള്ള അളവായിട്ട് എടുക്കുക. അപ്പൊ വീതി 2.5. അപ്പൊ ഇതിന്റെ കൂടെ ഡിഫറൻസ് കൂട്ടുക. ഡിഫറൻസ് എത്രയാണ്? 8. അത് കൂട്ടി നോക്കിയാൽ 2.5ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 10.5. ഇതാരാണ്? നീളം അല്ലെങ്കിൽ ലെങ്ത്. ഇത് നമുക്ക് ഉത്തരം കിട്ടും 10.5. ഇനി ഈ 2.5 8 കൂട്ടുമ്പോൾ കുട്ടികൾ ഡൗട്ട് അടിക്കണ്ട. നോക്ക്, 2.5 പ്ലസ് 8.0 എന്ന് എഴുതാം. ഓക്കെ, 8ന് 8.0 എന്ന് എഴുതിയാലും 8 തന്നെയാണ്. അപ്പൊ ഇവിടെ മേലെ ഡെസിമൽ ഉണ്ടായതുകൊണ്ടാണ് ഡൗട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ഒന്ന് എഴുതി പഠിക്കണം. 5ഉം 0ഉം കൂട്ടിയാൽ 5, 2ഉം 8ഉം 8ഉം 2 10. അങ്ങനെയാണ് കുട്ടികളെ 10.5 എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്തൊക്കെയാണ്? ലാസ്റ്റ് ചോദിച്ചത് കാൽക്കുലേറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് നമുക്ക് കിട്ടിയത് 10.5, ബ്രെഡ്ത്ത് നമുക്ക് കിട്ടിയത് 2.5. ഇത് 10.5, ഇത് 2.5. ഇത് ഏത് രീതിയിൽ? മെന്റൽ മാത്ത് മനക്കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോ എങ്ങനെയാണ്? തുക കണ്ടു, വ്യത്യാസം കുറച്ചു, കിട്ടിയതിന് നേരെ പകുതിയാക്കി. ഇത് മനസ്സിൽ ശരിക്കൊരു പ്രോസസ്സ് നിങ്ങൾക്ക് ഈ ചിത്രരൂപം നിങ്ങളുടെ മനസ്സിൽ ഇടുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? സമ്മും ഡിഫറൻസും വന്നാൽ, തുകയും വ്യത്യാസവും വന്നാൽ, അപ്പൊ നേരെ കുറക്കുക, പകുതിയാക്കുക. ചെറിയതിന്റെ വില അപ്പോഴും തന്നെ കിട്ടി. വലിയതിന്റെ വില കിട്ടാൻ എന്ത് ചെയ്യുക? ഡിഫറൻസ്, വ്യത്യാസം അതിന്റെ കൂടെ കൂട്ടുക. അപ്പൊ ചെറുതുമായി വലുതുമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് ഇട്ടിട്ടാണ്. എക്സ് ഇടുമ്പോൾ നോക്കൂ കുട്ടികളെ, ചെറുതിനെ എക്സ് ആയിട്ട് എടുത്തു ഞാൻ. അപ്പൊ വലുത് എത്ര വരും? അതിനേക്കാളും 8 കൂടുതൽ. ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് വീതി. അതിനെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം, അത് എക്സ്. ഇനി നീളത്തിനെ ഞാൻ ലെങ്ത് എന്ന് വിളിക്കാം, എൽ എന്ന് വിളിക്കാം, അത് കിട്ടുക x+8. നീളവും വീതിയും കൂട്ടിയപ്പോ എത്ര കിട്ടി? നമുക്ക് 13 കിട്ടി. അതിന്റെ അർത്ഥം എക്സും x+8ഉം കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി എഴുതാം. നീളം പ്ലസ് വീതി നമുക്ക് എത്ര കിട്ടുക? നമുക്ക് തന്നത് 13. അപ്പൊ ഒന്നിന്റെ x+8ഉം എക്സും കൂട്ടിയാല്, ഇത് നീളം ഇത് വീതി കൂട്ടിയാൽ നമുക്ക് 13. എക്സും ഒന്നിച്ച് കൂട്ടാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2x. ശ്രദ്ധിക്കണേ, 2x പ്ലസ് 8 ഈക്വൽ ടു 13. അപ്പൊ 2x കണ്ടുപിടിക്കുക. 13 മൈനസ് 8 ഈക്വൽ ടു 5. അപ്പൊ 2x 5 ആവുമ്പോ എക്സ് നമുക്ക് എത്ര കിട്ടും? 5/2. എക്സ് സമം 5/2. 5/2ന്റെ വില നമുക്ക് 2.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 5ന് നേരെ പകുതി 2.5, 2.5. ഈ ലീനിയർ ഇക്വേഷൻ, ഇങ്ങനെയുള്ള സമവാക്യം കൃത്യമായി സോൾവ് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ലീനിയർ ഇക്വേഷൻസിന്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത് കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇക്വേഷനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, താല്പര്യം കുട്ടികൾ ആ ലിങ്ക് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ എക്സ് 2.5. അപ്പൊ എക്സ് 2.5 കഴിഞ്ഞാൽ നമുക്ക് ആരെയാ കിട്ടാം? ഈ വില നമുക്ക് കിട്ടിയത് 2.5. ഇനി നീളം കിട്ടണം. 2.5ന്റെ കൂടെ 8 കൂട്ടണം. നമ്മൾ നേരത്തെ കൂട്ടിയല്ലോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 10.5. അപ്പോൾ നമ്മൾ എക്സ് എടുത്തിട്ടും ചെയ്തു, നമ്മൾ മനക്കണക്കാക്കിയിട്ടും ചെയ്തു. ശ്രദ്ധിക്കണം, എക്സ് എടുത്ത് ചെയ്യുമ്പോൾ നല്ലത് ചെറിയ അളവിന് എക്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ 3 പ്രോബ്ലം നമ്മൾ ഒരുപോലെ ചെയ്തു. ഈ പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത, പെരിമീറ്റർ തന്നിട്ട് തുക കണ്ടുപിടിക്കാൻ, നീളത്തിന്റെയും വീതിയുടെയും തുക, സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ പെരിമീറ്ററിന്റെ ഹാഫ് എടുത്തു എന്നുള്ളതാണ്. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലെങ്ത് പ്ലസ്, ഞാനിവിടെ എഴുതരാം, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഹാഫ് ഓഫ് പെരിമീറ്റർ.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനിയും പല പ്രോബ്ലത്തില് ഇത് വരുന്നതാണ്. അതായത് മലയാളത്തിൽ എഴുതിയാല് നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് എന്താണ്? ചുറ്റളവിന്റെ പകുതി. ചുറ്റളവിന്റെ പകുതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ബോക്സിൽ കുറിച്ചു വെക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നമുക്ക് 3 പ്രോബ്ലം ഒരേ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ 4-മത്തത്. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഈ ക്വസ്റ്റ്യൻ നേരത്തെയുള്ള 3 ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ്? നേരത്തെയുള്ള ചോദ്യങ്ങളിൽ തുക സം എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഇത്ര കൂടുതലാണ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് തന്നിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പേറിയും കണ്ടീഷൻസ് പറയുകയാണ്. ഒന്ന് മറ്റേതിന്റെ 2 മടങ്ങാണ്, അല്ലെങ്കിൽ 4 ടൈംസ് ആണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ മെന്റൽ മാത്തിലേക്ക് പോകാതെ എക്സ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണം. ശ്രദ്ധിക്കുക, അതായത് കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എക്സ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഏതാണ് എക്സ് എടുക്കുക? ചെറിയ വിലയുള്ളതാണോ വലിയ വിലയുള്ളതാണോ? ചെറിയ വിലയുള്ളത് എക്സ് എടുക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിക്ക്, ചെറിയ വില എക്സ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം, ചെറിയ വില എക്സ് ആയിട്ട് എടുത്താൽ വലിയ വില അതിനേക്കാളും 5 കൂടുതൽ, അതിനേക്കാളും 7 കൂടുതൽ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? പ്ലസ് ഇട്ടിട്ട് തന്നെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സിനേക്കാളും 3 കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 വരും. ഇനി വലുതിനെയാണ് എക്സ് എടുക്കുന്നതെങ്കിലോ 3 അധികമാണ് വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ചെറിയ നമ്പർ എഴുതാൻ -3 എന്ന് എഴുതേണ്ടി വരും. അതുകൊണ്ട് പൊതുവായി പ്രത്യേകിച്ച് മാത്സ് പ്രയാസമുള്ള കുട്ടികൾ ചെറുതിനെ എക്സ് എടുത്ത് തുടങ്ങുന്നത് ഗുണം ചെയ്യും. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് കേട്ടോ, ഇവിടെ എന്താണ് പറഞ്ഞത്? ഇൻ എ ക്ലാസ് there are 4 more girls than boys. ബോയ്സിനെക്കാളും 4 പെൺകുട്ടികൾ, ആൺകുട്ടികളെക്കാളും 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പൊ കുറവാരാണ്? ബോയ്സ്. അതുകൊണ്ട് ബോയ്സിന് എന്തെടുക്കുക? അവരുടെ നമ്പർ ഓഫ് ബോയ്സ് നമ്മൾ എഴുതും എക്സ്. അതായത് നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം. ശ്രദ്ധിക്കണം, മലയാളത്തിലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എഴുതും എക്സ് എന്ന് എഴുതും. ഓക്കെ, ആൺകുട്ടികൾ എക്സ് എന്ന് എഴുതി. ഇനി അതേപോലെ നമ്പർ ഓഫ് ഗേൾസ്, ഇവരെക്കാളും പെൺകുട്ടികളുടെ എണ്ണം ഇവരെക്കാളും 4 അധികം. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 4. ഓക്കെ, ഇത് കുട്ടികൾക്ക് എഴുതാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. നേരത്തെയുള്ള പ്രോബ്ലത്തിലും ഇതുപോലെയുണ്ട്. നേരത്തെ ചെയ്തതിലും ഒന്ന് എക്സ്, മറ്റേത് എക്സ് പ്ലസ് 4 എന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു ദിവസം 8 ആൺകുട്ടികൾ ഹാജരായില്ല, ക്ലാസ്സിലില്ല. അപ്പൊ അന്ന് എന്താണ് സംഭവിച്ചത്? ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങ് പെൺകുട്ടികളുണ്ട്. എപ്പോഴ്? when 8 boys were absent, on that day number of girls is twice of the number of boys. Okay, twice the boys ആണ് അന്നുണ്ടായത്. അപ്പൊ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് ഇതിനെ എങ്ങനെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും? 8 കുട്ടികൾ ഇല്ലാത്ത ദിവസം അപ്പോ ബോയ്സ് എത്ര വരും? ഈ ദിവസം ബോയ്സ് 8 കുട്ടികൾ ഇല്ലാതെ എത്ര വരും? ആൺകുട്ടികൾ എത്ര വരിക? നമുക്ക് എഴുതാൻ പറ്റും x - 8. കാരണം എക്സ് ആണ് ടോട്ടൽ ഉണ്ടായത്, അതിൽ നിന്ന് 8 കുറച്ചു. ഗേൾസ് എത്ര തന്നെയാണ് ഉണ്ടാവുക? ഗേൾസിന്റെ മാറ്റമൊന്നും വന്നിട്ടില്ല. ഗേൾസ് നമുക്ക് എഴുതാൻ പറ്റും എത്ര തന്നെ? എക്സ് പ്ലസ് 4 തന്നെ. അതിൽ എണ്ണം അവര് ആബ്സെന്റ് ഇല്ല. അപ്പോൾ അവര് കണ്ടീഷൻ ഇത് രണ്ടും വെച്ചിട്ടുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഗേൾസ്, ശ്രദ്ധിക്കുക, ഗേൾസ് എന്ന് പറയുന്നത് 2 ടൈംസ് ബോയ്സ് ആണ്. അതായത് അന്ന് ആ ദിവസം 2നെ ആൺകുട്ടികൾ കൊണ്ട് ഗുണിച്ചാല് നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പൊ 2നെ ആൺകുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 ഇൻറ്റു ആൺകുട്ടികൾ. ഇതല്ല 8 ഇല്ലാത്ത ദിവസത്തെ ആൺകുട്ടികളാണ്. ശ്രദ്ധിക്കണേ. അപ്പോ x - 8 ആണ് ഇവിടെ വരേണ്ടത്. നോക്കൂ, x - 8 സമം പെൺകുട്ടികൾ എത്ര തന്നെ? എക്സ് പ്ലസ് 4 തന്നെ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണിത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം പിന്നെ കഴിഞ്ഞു. നോക്കൂ, ഒരു ബ്രാക്കറ്റ് ഇടണം x - 8ന്. അതിന്റെ കാരണം
എക്സ് മാത്രമേ ഇല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് എഴുതിയാൽ മതി. പക്ഷേ എക്സും വേറൊരു നമ്പറും കൂടെ വരുമ്പോൾ നിർബന്ധം ബ്രാക്കറ്റ് കൊടുക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ 2നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 2x മൈനസ് 2നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 8 സമം എക്സ് പ്ലസ് 4. അപ്പോൾ 2x മൈനസ് 16 സമം എക്സ് പ്ലസ് 4. ശ്രദ്ധിക്കൂ കുട്ടികളെ, ഈ 2നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പറിനെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്ന് കൊണ്ടും ഗുണിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ശ്രദ്ധിക്കുക, ഞാൻ ഒന്നും കൂടെ എഴുതാം. 2x മൈനസ് 16 സമം എക്സ് പ്ലസ് 4. നമുക്കിവിടെ എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെയും എക്സിന്റെ ടേം ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പൊ എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക, എക്സ് ഇല്ലാത്ത വെറും നമ്പറുകളെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവാ. ഇമ്പോർട്ടന്റ്, ഓരോരോ കാര്യവും അറിയണം കൃത്യമായിട്ട്. എക്സുകളെ ഒരു ഭാഗത്തേക്കും എക്സ് ഇല്ലാത്ത നമ്പറുകളെ മറുഭാഗത്തേക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x. ഈ എക്സ് ഇങ്ങോട്ട് വരിക, അപ്പൊ എന്ത് വരും? മൈനസ് എക്സ് ഈക്വൽ ടു അപ്പറുള്ള 4. ഈ മൈനസ് 16 അപ്പുറത്തേക്ക് പോവുക, അപ്പൊ കിട്ടും പ്ലസ്. മൈനസ് 16 അപ്പുറത്തേക്ക് പോകും, പ്ലസ് 16. അപ്പൊ 2x എക്സ് പോയാല് നമുക്ക് കിട്ടും 1x. 4ഉം 16ഉം 20. അപ്പൊ 1x നമുക്ക് എത്ര കിട്ടി? 20. നോക്കൂ കുട്ടികളെ, 20 കിട്ടി. അപ്പോ നോക്ക്, ബോയ്സിന്റെ എണ്ണം ആയി 20. ഗേൾസിന്റെ എണ്ണം എത്ര വരും? എക്സിന്റെ പരം എക്സിന്റെ കൂടെ 4 കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 4 നമുക്ക് കിട്ടും 20 പ്ലസ് 4, അത് 24. അപ്പൊ ആൺകുട്ടികൾ 20, പെൺകുട്ടികൾ 24. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്ത് നോക്കാം. എന്താണ്? ഒരു ദിവസം 8 ആൺകുട്ടികൾ ഇല്ല, അപ്പൊ 20 8 പോയാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അന്ന് പെൺകുട്ടികൾ 24 ഉണ്ട്, അപ്പൊ 24 പെൺകുട്ടികൾ. നോക്കൂ, 12ന്റെ 2 മടങ്ങല്ലേ 24. ഓക്കെ, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇത് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other piece into an equilateral triangle. The length of the sides of both must be the same. How should the wire be cut? അതായത് മലയാളത്തിൽ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി, അതിനെ മുറിച്ച് ഒരു സ്ക്വയറും ആക്കുന്നു, ഒരു സമചതുരവും ആക്കുന്നു, ഒരു സമഭുജ ത്രികോണവുമാക്കുന്നു. സമഭുജ ത്രികോണത്തിനും സമചതുരത്തിനും ഒരേ നീളമാണ് അവയുടെ സൈഡിനുള്ളത്. എങ്കില് എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്? ഇത് മുറിച്ച് 2 കഷ്ണമാക്കിയിട്ടാണല്ലോ ഇതാവുന്നുണ്ടാവുക. ഇതിനങ്ങനെ മുറിച്ചിട്ട് മടക്കിയിട്ടാണ് ഇത് ഉണ്ടാവുക, ബാക്കിയുള്ള കഷ്ണത്തിന് ഉണ്ടാവും. അപ്പൊ എത്ര ദൂരത്തു നിന്നാണ് ഇത് കട്ട് ചെയ്തത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവയ്ക്ക് രണ്ടിനും ഒരേ നീളമാണ് സൈഡിനുള്ളത്, ടോട്ടൽ അല്ല. ഇതിന്റെ വശം 3 ഉണ്ടെങ്കിൽ ഇത് 3, ഇത് 4 ആണെങ്കിൽ ഇത് 4. ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, വളരെ എളുപ്പത്തിലുള്ള രീതിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. 2 രീതിയുണ്ട്, ഏറ്റവും എളുപ്പത്തിലുള്ള രീതി ഞാൻ ആദ്യം പറയാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സൈഡ് ഓഫ് സ്ക്വയർ നോക്കൂ, 2നും ഒരേ നീളാണല്ലോ. സൈഡ് ഓഫ് സ്ക്വയർ മലയാളത്തിൽ പറഞ്ഞാല് സമചതുരത്തിന്റെ വശം, സമചതുര വശം, അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് എക്സ് ആയിട്ട് എടുക്കുക. ഇത് സമചതുര ആയതുകൊണ്ട്, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാം എക്സ് ആണ്. ഓക്കെ, അതേമാതിരി ഇത് എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, അതിന്റെ ഒരു വശം എത്ര വരും? സമഭുജ ത്രികോണത്തിന്റെ വശം, സൈഡ് എത്ര വരും? അതും എക്സ് ആയിട്ട് വരും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഇത് എക്സ് വരുമ്പം ഇതും എക്സ്, ഇതും എക്സ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ പെരിമീറ്റർ എത്ര വരും? ശ്രദ്ധിക്ക്, സ്ക്വയർ, സമചതുര, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം. ഓക്കെ, അപ്പൊ അതിന്റെ പെരിമീറ്റർ, പെരിമീറ്റർ അല്ലെങ്കിൽ 4 സൈഡിന്റെ നീളം, ടോട്ടൽ ലെങ്ത് എന്ന് എഴുതിയാലും മതി, ഈക്വൽ ടു നമുക്ക് 4x, എക്സ് 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 4x. അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ സമഭുജ ത്രികോണം,
സമഭുജ ത്രികോണം. അതിൻ്റെ എത്ര വരും? പെരിമീറ്റർ, ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാല് ചുറ്റളവാണ്, മലയാളം കുട്ടികൾ. ചുറ്റളവ്. ഓക്കെ, അത് എത്ര വരും? 3x. ഡൗട്ട് ഇല്ലല്ലോ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. ഇതിന്റെ പെരിമീറ്റർ കിട്ടല് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. ഇതിന്റെ പെരിമീറ്റർ കിട്ടല് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 4x. ഇങ്ങനെ ഇതിന്റെ ഫോർമുലയിൽ അറിയുന്ന കുട്ടികൾ ഒരു സൈഡ് കിട്ടിയാൽ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരിമീറ്റർ കിട്ടുന്നൊക്കെ പറയും. അങ്ങനെ കിട്ടാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിലാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് 3x. ഇത് ടോട്ടൽ വരും, ഇത് 4x വരും. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ 4x-ഉം ഈ 3x-ഉം കൂടെ നമ്മൾ ആഡ് ചെയ്താല്, കൂട്ടിയാല് ഈ വയറിന്റെ ഫുൾ നീളാവുമല്ലോ. ഇതിന്റെ ഫുള്ള് നീളവും ഇതിന്റെ ഫുൾ ലെങ്ത്തും രണ്ടും കൂട്ടിയാല് ഈ വയറ് ആദ്യം ഉണ്ടായ ടോട്ടൽ നീളം കിട്ടുമല്ലോ. ഓക്കെ, ആ ഒരു ഐഡിയയും കൂടെ നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് എന്തെഴുതാം ഇവിടെ? 4x, ഇതിന്റെ 4x പ്ലസ് ഇതിന്റെ 3x കൂട്ടിയാല് 3.5 മീറ്റർ. ഓക്കെ, 3.5 മീറ്റർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടുന്നു. ഓക്കെ, നോക്കിക്കോളൂ. ഇതാണ് 4x, ഇതിൻ്റെതാണ് 3x. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, 4x-ഉം 3x-ഉം കൂട്ടിയാൽ നമുക്ക് 7x കിട്ടി. ഈ 3.5-ന് നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം 100 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 3.5 മീറ്റർ, 3 മീറ്റർ 300 മീറ്റർ ആവും. അര മീറ്റർ 50 സെന്റിമീറ്റർ ആവും. അപ്പൊ അത് 350 സെന്റിമീറ്റർ ആവും. 7x 350 സെന്റിമീറ്റർ. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടും? 350/7. 35-ന് 7 നമുക്ക് 5 തവണ 0 ഇവിടെ ഉണ്ട്. അപ്പൊ 50. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡ് നമുക്ക് കിട്ടി 50. ഒരു സൈഡ് 50 കിട്ടിയാല് 4x എത്ര കിട്ടും? 4 × 50 ഈക്വൽ ടു 200. അതായത് 2 മീറ്റർ. അതായത് ഇതുണ്ടാക്കാൻ എത്ര വേണം? 4x വേണം. അതായത് 200 സെന്റിമീറ്റർ വേണം. 2 മീറ്റർ വേണം. അപ്പൊ ഈ ഇത് ഉണ്ടാക്കാൻ 2 മീറ്റർ നീളമുള്ള കമ്പി, വയറാണ് വേണ്ടത്. അത് എവിടുന്ന് കട്ട് ചെയ്യണം? അപ്പോ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 2 മീറ്റർ വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം. 2 മീറ്റർ ദൂരത്തിൽ. അപ്പൊ നമുക്ക് ആൻസർ ആയി. അപ്പൊ കട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ ഫ്രം 1 എൻഡ്. അല്ലെങ്കിൽ 3x-ന്റെ വില കണ്ടുപിടിക്കുക. 3 × 50 150. അപ്പൊ അല്ലെങ്കിൽ ഒരു എൻഡിൽ നിന്ന് 150 സെന്റിമീറ്റർ ദൂരത്തിലും 1.5 മീറ്റർ ദൂരത്തിലും കട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഭാഗത്തല്ലേ, ഒരു കട്ടല്ലേ വേണ്ടു. അപ്പൊ ഒന്നിക്കൽ ഇങ്ങനെ അങ്ങോട്ട് 2 മീറ്റർ, അല്ലെങ്കിൽ അങ്ങ് ഇങ്ങോട്ട് 1.5 മീറ്റർ. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് x എടുത്ത് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല. അതേ സമയത്ത് ഇതിന്റെ നീളം x എന്നൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഇതിന്റെ നീളം 3.5 - x എന്ന് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് x/4 വരും. ഓക്കെ, ഇത് എത്ര വരും? ബാക്കിയുള്ളത് 3.5 - x/3 എന്ന് വരും. ഫ്രാക്ഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സൈഡ് ഓഫ് സ്ക്വയർ, സൈഡ് ഓഫ് ട്രയാങ്കിൾ x എടുത്തിട്ട് ഫ്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം ചെയ്തത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻസർ വയർ കട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്ര? വയർ കമ്പി മുറിക്കുന്നത് എത്ര ദൂരത്തില്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്ര വരില്ലേ? അല്ല, അറ്റ് എ ലെങ്ത് ഓഫ് എത്ര? ഡിസ്റ്റൻസ് അല്ല, അറ്റ് എ ലെങ്ത് എത്ര? ലെങ്ത് ഓഫ് 2 മീറ്റർ. 2 മീറ്റർ ഫ്രം 1 എൻഡ്. ഒരു എൻഡിൽ നിന്ന് 2 മീറ്റർ ദൂരത്തിൽ കട്ട് ചെയ്താൽ ഈ കഷ്ണം ഉപയോഗിച്ചിട്ട് ഇതിനെ ഉണ്ടാക്കാം, ഈ ബാക്കിയുള്ള കഷ്ണം ഉപയോഗിച്ചിട്ട് ഇതിനെ ഉണ്ടാക്കാം. ഓക്കെ, പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4 ആണ്. ഏതാണ് ഭിന്നസംഖ്യ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ മലയാളത്തിലും കാണാൻ കഴിയുന്നുണ്ട്, ഇംഗ്ലീഷിലും കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി.
അതേപോലെ ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4 ആണ് കിട്ടിയത്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഫ്രാക്ഷൻ ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രാക്ഷനെ നമ്മൾ ഫസ്റ്റില് x/y എന്ന് എടുക്കുക. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഗസ് ചെയ്യാണ്. ലെറ്റ് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? ഫ്രാക്ഷൻ ബി x/y. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതിൽ പറഞ്ഞ കണ്ടീഷൻസ് നോക്കുകയാണ്. ഒന്നാമത് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഈ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ ന്യൂമറേറ്ററിനോട് 1 കൂട്ടി. ന്യൂമറേറ്റർ ഇവിടെ 1 ആണ് ഉള്ളത്. അപ്പൊ അതിനോട് 1 ആഡ് ചെയ്തു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു. അതായത് വൈയിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടിയത് 1/3 ആണ്. ഇങ്ങനെയാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താ? ന്യൂമറേറ്റർ ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ ഡിനോമിനേറ്ററിനോട് 1 കൂട്ടി. അപ്പൊ ന്യൂമറേറ്റർ മാറുന്നില്ല. അപ്പൊ എക്സ് അങ്ങനെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിനോട് 1 കൂട്ടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ ലഘൂകരിച്ചപ്പോൾ അത് 1/4 കിട്ടി. ഇങ്ങനെയാണ് രണ്ട് കണ്ടീഷൻസ് പറയുന്നത്. ആദ്യം x/y ആയിട്ട് നമ്പറിന് നമ്മൾ അസ്യൂം ചെയ്തു. ഫ്രാക്ഷൻ ആയതുകൊണ്ട് അംശം ഉണ്ടാവും, ഛേദം ഉണ്ടാവും, ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും. നമ്മൾ ഈ തരത്തിൽ എഴുതി. ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വേഷന്റെ ഫോമിലേക്ക് ഇത്ര എക്സ് ഇത്ര വൈ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈക്വൽ ആയിരിക്കുമല്ലോ. അതറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ 1/2 സമം നമുക്കറിയാം 3/6. 1/2 ഈക്വൽ ടു 3/6 ആണ്. നോക്കൂ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 1 × 6 എന്ന് കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 2 × 3 എന്ന് കിട്ടും. 2 × 3 നോക്കൂ, 1 × 6 ഈക്വൽ ടു 2 × 3 ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്ന പ്രത്യേകത വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ y-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. y × 1 ഈക്വൽ ടു എന്തെഴുതാം? 3 × ബ്രാക്കറ്റില് x+1. ഇതെല്ലാ കുട്ടികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. 3നെ x+1 എഴുതുമ്പോൾ ഈ x+1ന് ബ്രാക്കറ്റ് കൊടുക്കണം. അതിന്റെ കാരണം x+1 എന്ന് പറയുമ്പോൾ 2 ടേം 2 പദങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തത്. അപ്പൊ y × 1 നമുക്ക് കിട്ടും. y ഈക്വൽ ടു 3 × x നമുക്ക് കിട്ടും 3x. 3 × 1 നമുക്ക് കിട്ടും 3. അപ്പൊ 3 × x 3 × 1 3x+3 എന്ന് പറയുന്നത് കിട്ടും y. ഓക്കെ, ഇത് നമ്മൾക്ക് അവിടെ എഴുതി വെച്ചു. ഒന്നാമത്തെ ഇത് അങ്ങനെ എഴുതി വെക്കാം. രണ്ടാമത്തെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y+1 × 1 y+1 × 1 ഈക്വൽ ടു 4 × x. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ 4 × x ഈക്വൽ ടു y+1 × 1 അങ്ങനെ എഴുതാം. അപ്പൊ y+1നെ 1 കൊണ്ട് വിളിച്ചാൽ y × 1 y പ്ലസ് 1 × 1 1 ഈക്വൽ ടു 4x. അപ്പൊ y+1 ഈക്വൽ ടു നമുക്ക് കിട്ടി 4x. അതിൽ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4x - 1 കിട്ടും. അല്ലെങ്കിൽ y+1 ഈക്വൽ ടു 4x എഴുതിയാലും കുഴപ്പമില്ല. y ഈക്വൽ ടു 4x - 1. ഈ +1 ഇങ്ങോട്ട് പോയി 4x - 1 ആയി. നോക്കൂ, y ഈക്വൽ ടു 3x+3 ഉണ്ട്, y ഈക്വൽ ടു 4x - 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും y ഈക്വൽ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ വലതുവശവും ഇതിന്റെ വലതുവശവും തുല്യമായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം 4x - 1 ഈക്വൽ ടു 3x + 3. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്തിരാ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വൈക്ക് തുല്യാണ്, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വൈക്ക് തുല്യാണ്. അപ്പൊ ഇതും തുല്യമായിരിക്കുന്നതാണ് ഇവിടെ എടുത്ത ഐഡിയ മനസ്സിലായല്ലോ? പറഞ്ഞ രീതി മനസ്സിലായല്ലോ? രണ്ടെണ്ണം y ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് രണ്ടിന്റെയും ഈക്വൽ എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 3x-നെ ഇങ്ങോട്ട് എടുക്കുക, -1-നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇക്വേഷൻസ് ആക്കിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4x - 3x ഈക്വൽ ടു +3 ഓൾറെഡി അവിടെ ഉണ്ട്. അതിന്റെ കൂടെ -1 റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്ത് കിട്ടും? അത് +1. 4x 3x പോയാൽ എത്ര?
1x ഈക്വൽ ടു 3യും 1ഉം കൂട്ടിയ 4 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എക്സ് സമം 4 എന്ന് കിട്ടി. അപ്പൊ ഇനി നമ്മൾ വൈനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വൈ ഈക്വൽ ടു അപ്പൊ എന്താ നമുക്കറിയാം 3x + 3 ആണ് y, അല്ലെങ്കിൽ y ഈക്വൽ ടു 4x - 1 ആണ്. ഇത് ഏതെങ്കിലും ഒന്നെടുക്കാം. ഇനി ഇതാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എഴുതാം y ഈക്വൽ ടു നമുക്ക് കിട്ടും 4x, 4 ഇൻറ്റു എക്സിന് പകരം 4 എന്ന് എഴുതാം. എക്സ് 4 ആണല്ലോ, -1. അപ്പോൾ നമുക്ക് കിട്ടും 4 × 4 16 - 1 ഈക്വൽ ടു കിട്ടി 15 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി, y എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഫ്രാക്ഷൻ എഴുതാം. എക്സിന്റെ വില 4 ഡിവൈഡഡ് ബൈ വൈയുടെ വില 15. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് പറയേണ്ടത്? ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. 4ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ബൈ എത്ര കിട്ടും? 15. 5/15 നമുക്ക് ചുരുക്കിയാൽ എന്ത് കിട്ടും? 5 കൊണ്ട് ഡിവൈഡ്, എല്ലാവരും 2നും ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. 1 കൂട്ടിയിട്ട് y കൊണ്ട് ചെയ്താൽ 1/3. ഇനി എന്താണ് പറഞ്ഞത്? ഡിനോമിനേറ്ററിനോട് 1 കൂട്ടുക. അപ്പൊ 15 എത്രയാവും? 16 ആവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? മുകളിൽ 4 തന്നെ, താഴെ 16. 4/16 നമ്മൾ കട്ട് ചെയ്താൽ 4 കൊണ്ട് കട്ട് ചെയ്താൽ 1 4. അപ്പൊ നമുക്ക് 1/4 കിട്ടും. നോക്കൂ, ഇതിന്റെ കൂടെ 1 കൂട്ടിയ 1/4 ആയി. അപ്പൊ ആൻസർ നമുക്ക് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരില്ല. എന്താന്ന് വിചാരിച്ചാല് ഇവിടെ y ഈക്വൽ ടു 3x + 3 എഴുതി, y ഈക്വൽ ടു 4x - 1 എഴുതി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സിനെ കിട്ടണമെങ്കിൽ, എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ അതിൽ എക്സ് മാത്രമുള്ള ഒരു ഇക്വേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2 സ്ഥലത്തും വൈനെ ഒരുപോലെ എഴുതി ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാനുള്ള വേറൊരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, y ഈക്വൽ ടു 3x + 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് കിട്ടിയ എന്താ? y + 1 ഈക്വൽ ടു 4x ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് ഇതാ, ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ എന്തെഴുതാം? നമുക്ക് y + 1 എന്ന് പറഞ്ഞാല് ഇതാ, yക്ക് പകരം 3x + 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 3x + 3 + 1 y + 1 ഈക്വൽ ടു 4x. നോക്കൂ, 4x ഈ ഇക്വേഷൻ തന്നെയല്ലേ? നോക്ക്, 3x + 4 എന്ന് വരൂലേ? ഇത് 3x + 4 ഈക്വൽ ടു എത്ര കിട്ടും? 4x എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോ ഈ 3x അങ്ങോട്ട് പോയി -3x ആവും. അപ്പൊ x ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. അതായത് 4 ഈക്വൽ ടു 4x - 3x കിട്ടും. അപ്പൊ 4 ഈക്വൽ ടു 1x. ഓക്കെ, ഇങ്ങനെ ആൻസർ കിട്ടും. നേരത്തെ നമുക്ക് കിട്ടിയത് 1x ഈക്വൽ ടു 4 ആണ്. അതായത് 2 ഭാഗവും y ആക്കിയിട്ട് വലതു ഭാഗം ഈക്വൽ ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യത്തേൽ വൈനെ കണ്ടു, രണ്ടാമത്തേലും y വരുന്ന ടേം ഉണ്ടെങ്കിൽ ആ yക്ക് പകരം എന്ത് ചെയ്താൽ മതി? ആദ്യം കിട്ടിയ എക്സിന്റെ ടേംസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും നമ്മൾക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് പറയുന്നത്. ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അയാൾ ഡിപ്പോസിറ്റ് ചെയ്തത് 1 lakh ആണ് ഇൻ 2 പ്ലാൻസ്. 2 പ്ലാനുകളിലായിട്ട് അയാൾ 1,00,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 2 പ്ലാനിന്റെയും ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഒന്ന് 7%, ഒന്ന് 6%. ടോട്ടൽ ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടുന്നത് 6,750 ആണ്. എങ്കിൽ ഓരോ സ്കീമിലും അയാള് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്കീമിലും എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് സ്കീമില് നോക്കൂ, ഫസ്റ്റ് സ്കീമില് ഒന്നാമത്തെ പദ്ധതിയില്, ഫസ്റ്റ് പദ്ധതി
ഒന്നാമത്തെ പ്ലാൻ അല്ലെങ്കിൽ പദ്ധതി, ഒന്നാമത്തെ ഇതില് അയാൾ നിക്ഷേപിച്ചത് എക്സ് ആണെന്ന് കരുതുക. അപ്പോ സെക്കൻഡിൽ അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയായിരിക്കും? സെക്കൻഡില് ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയായിരിക്കും? വൈ ആയിരിക്കും. ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തത്, ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ചത് എക്സ്, രണ്ടാമത്തേൽ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ എഴുതാൻ പറ്റും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 lakh. ഓക്കെ, 1,00,000 എന്ന് എഴുതാൻ പറ്റും. രണ്ട് പദ്ധതികളിലുമായിട്ട് 1,00,000 രൂപയാണ് അവിടെ നിക്ഷേപിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കറക്റ്റ് മനസ്സിലായി എന്ന് പറഞ്ഞു. എക്സും വൈ എടുക്കാനുള്ള കാരണം എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഓരോ പ്ലാനിലും എത്ര നിക്ഷേപിച്ചു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റിലത്തെ എക്സ് വിചാരിച്ചു, രണ്ടാമത്തത് വൈ. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സം ആയിരിക്കും 1 lakh, 1,00,000 രൂപ വരുന്നത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇനി എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്കീമില്, ഒന്നാമത്തെ സ്കീമില് ശ്രദ്ധിക്കൂ കുട്ടികളെ, 6% ആണ്, 7% ആണ് ഇൻട്രസ്റ്റ്. ഒന്നാമത്തെ സ്കീമിൽ 7% ആണ്, രണ്ടാമത്തെ സ്കീമിലുള്ളത് 6% ആണ്. അപ്പോ ഒന്നാമത്തേൽ എക്സ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. എക്സ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് മീൻസ് പലിശ. ഒന്നാമത്തെ ഇതിൽ കിട്ടുന്ന പലിശ എത്രയായിരിക്കും? ഈ എങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കുക. ഇപ്പൊ 500 രൂപയാണ് ഒരാൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് 6% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ, അയാൾ റേറ്റ് എങ്കിൽ, അയാൾക്ക് കിട്ടുന്ന പലിശ കണ്ടുപിടിക്കാൻ ആ ഡെപ്പോസിറ്റ് ചെയ്ത തുകയെ ആ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് അറിയാം. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ 0 0 0 0 കട്ട് ചെയ്താൽ 5 into 6 നമുക്ക് 30 rupees ആണ് 500 രൂപയ്ക്ക് ഈ ആൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇതാണ് ഇൻട്രസ്റ്റിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അതേമാതിരി ഇവിടെ എത്രയാണ്? 500-ന് പകരം നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എക്സ് ആണ് ഒന്നാമത്തെ പ്ലാനില് ഡെപ്പോസിറ്റ് ചെയ്തത്, എക്സ് ആണ്. ഇവിടെ എത്രയാണ്? വൈ ആണ്. അപ്പൊ നമുക്ക് അതേമാതിരി നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എക്സ് ഇൻറ്റു 7/100 അതേപോലെ ഇതിൽ നിന്ന് കിട്ടുന്നത് y ഇൻറ്റു 6/100 ആണ്. ഓക്കെ, സമ്മതിക്കുമല്ലോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് നമ്പർ അറിയുന്നതായതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റി, പക്ഷെ ഇവിടെ എക്സ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു ഇൻട്രസ്റ്റ് ആണ്, ഇത് വേറൊരു ഇൻട്രസ്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യനിൽ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന്. അതിൽ പറഞ്ഞിട്ടുണ്ട് 6750 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും 6750. ഇതൊരു പലിശ, ഇതൊരു പലിശ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6750. അപ്പൊ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ എക്സ് ഇൻറ്റു 7 നമുക്കറിയാം 7x എന്ന് എഴുതാൻ പറ്റുള്ളൂ. ബൈ 100 100 പ്ലസ് y ഇൻറ്റു 6 നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്പർ പിന്നെ വേരിയബിള് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 6750. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും 100 100 തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് 7x + 6y / 100 എന്ന് എഴുതാം. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 7x + 6y ടോട്ടൽ ബൈ 100. കാരണം കോമൺ ഡിനോമിനേറ്റർ ആണ്, പൊതുഛേദാണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ ഈക്വൽ ടു 6750. ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും 7x + 6y ഈക്വൽ ടു 6750 ഇൻറ്റു 100. കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. നോക്കൂ കുട്ടികളെ, ഇപ്പൊ x/2 = 3 ആണ് എങ്കിൽ എക്സിന്റെ വില എത്രയായിരിക്കും? 6 ആയിരിക്കും. 6/2 ഈക്വൽ ടു 3 ആണ്. ആ 6 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താ? എക്സ് ഈക്വൽ ടു നോക്കൂ 3 × 2 ആണ്. 3 × 2 ആണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ x/2 ഈക്വൽ ടു 3. എക്സ് നടക്കുന്നത് 3 × 2. 3 × 2 6. അപ്പൊ ആ 6 ആണ് ഇവിടെ വാല്യൂ വരിക. അതേമാതിരിയാണ് ഇവിടെ വന്നത്. ഇത് ബൈ 100 ഇതായതുകൊണ്ട് ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ നോക്കൂ 6750 ഇവിടെ ഉള്ളത്. എഗെയിൻ 2 0 കൂടെ ചേർത്താൽ മതി. 7x + 6y.
നോക്കൂ കുട്ടികളെ, ഇവിടെ 7x + 6y ഉണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ നമുക്ക് y = എന്ന് എഴുതാൻ പറ്റില്ല. y = എഴുതണമെങ്കിൽ ഇവിടെ വെറും y മാത്രമാവണം, അല്ലെങ്കിൽ x = എഴുതണമെങ്കിൽ ഇവിടെ വെറും x വരണം. ഇവിടെ എന്താ 7x 6y എന്നാ തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x + y 1 lakh ആയതുകൊണ്ട് y = ഇവിടെ എന്തെഴുതാം? 1 lakh മൈനസ് 1 lakh മൈനസ് x എന്ന് എഴുതാം. y = 1 ലക്ഷം കുറക്കണം x എന്ന് എഴുതാം. അപ്പോ നമ്മൾക്ക് ഇവിടെ y എന്ന് പറയുന്നതിന്റെ സ്ഥലത്ത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇതിനെ അടുത്തടുത്ത് എഴുതാം. ഇത് ഞാൻ വായിക്കുന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ് ഈ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 7x ഇതോടെ എഴുതാം. 7x + 6y = 67 50 20 ആണ്. ഈ വൈക്ക് പകരം എന്താ എഴുതാം? ഇത്ര പോലെ എഴുതാം. അതായത് 7x + 6y എന്ന് പറഞ്ഞാൽ 6 × 1 ലക്ഷം മൈനസ് x = 67 50 20. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ 7x + 6 × ഇത് എത്ര വരും? 6 ലക്ഷം. 6നെ 1 ലക്ഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 6 ലക്ഷം മൈനസ് 6 × x 6x = 67 ഇത്രയും 0 കിട്ടും. അപ്പോൾ 7x എന്ന് 6x പോയി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നമുക്ക് കിട്ടും 7x - 6x = 67 ഇങ്ങനെ മൈനസ് എത്ര? 6 ലക്ഷം. 6 ലക്ഷം. ഓക്കെ, അപ്പോ 7x - 6x പോയാൽ നമ്മൾക്ക് എത്ര കിട്ടും? 7x - 6x പോയാൽ 1x. 6,75,000 നിന്ന് 6 ലക്ഷം പോയാൽ നമുക്ക് കിട്ടും 75,000. ഓക്കെ, അപ്പൊ 1x നമുക്ക് എത്ര കിട്ടി? 75,000. അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് സ്കീമിൽ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ്? 75,000 രൂപ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഡിപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ 1 ലക്ഷത്തിൽ നിന്ന് 75,000 കുറച്ചാൽ മതി. 1 lakh മൈനസ് 75,000. അപ്പൊ നമുക്ക് കിട്ടും 25,000 രൂപ. y = 25,000 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടും. എക്സും കിട്ടി, വൈയും കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഒരു തരത്തിലെ പ്രോബ്ലമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല അറിയണം എങ്ങനെയാണെന്ന്. അത് രണ്ടും കൂടെ കൂട്ടണം, കോമൺ ഡിനോമിനേറ്റർ വരും. അപ്പൊ ഈ രീതിയിൽ എഴുതണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞ് വെക്കണം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞുള്ള കാര്യത്തിന് ഞാൻ ചുരുക്കിയിട്ട് ഇവിടെ പറയാണ്. 1 സെക്കൻഡില് u മീറ്റർ വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ/സെക്കൻഡ് നിരക്കിൽ വേഗം കൂടി. അപ്പോൾ ആ u നിരക്കില് u വേഗത്തിൽ തുടങ്ങി a നിരക്കില് പറയുന്ന ആ സ്പീഡിനെ അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ u + at എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. v = u + at എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ കേട്ട് കാണും. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയാണ്. അപ്പൊ വേഗത ഒരു t സെക്കൻഡിലെ വേഗതയാണ് നമുക്ക് തന്നത്. t സെക്കൻഡിലെ വേഗത നമ്മൾക്ക് ഫോർമുലയായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, u + at. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 1ാമത്തെ സെക്കൻഡിൽ വേഗത 5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1ാമത്തെ സെക്കൻഡിൽ വേഗത 5 എന്നും 5ാമത്തെ സെക്കൻഡില് വേഗത 13 എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇത്രയുള്ളതിൽ കാര്യം. t സെക്കൻഡിലെ വേഗതയാണ് u + at. മലയാളത്തിലും പറഞ്ഞാല് t സെക്കൻഡിലെ സ്പീഡ് വേഗതയാണ് u + at. എങ്കില് 1 സെക്കൻഡ് നോക്കൂ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പൊ 1 സെക്കൻഡിലെ വേഗത എത്രയുണ്ടാവും? 1 സെക്കൻഡിലെ വേഗത t സെക്കൻഡിൽ u + at ആണ്. അപ്പോ 1 സെക്കൻഡിൽ u + a × t പകരം 1, അതായത് t = 1 കൊടുത്താൽ മതി. അതേപോലെ 5 സെക്കൻഡിലെ വേഗത 13 തന്നതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും 5 സെക്കൻഡ് സ്പീഡ് പറഞ്ഞാൽ വേഗതയാണ് = u + a × 5. ഓക്കെ, ടിക്ക് പകരം ടിയില് u + at വരും.
1 സെക്കൻഡ് ആകുമ്പോൾ u+a×1. അപ്പൊ 1 സെക്കൻഡിലെ വേഗത നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് u+a×1 എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് എഴുതാം. അതേപോലെ 5 സെക്കൻഡിലെ വേഗത ക്വസ്റ്റ്യനിൽ 13 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 സെക്കൻഡിലെ വേഗത സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് 13 എഴുതാം. ഇനി നമുക്ക് നോക്കാം, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ u+a=5 എന്ന് പറയും. u+a=1=a. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ u+a×5 5a നമുക്ക് കിട്ടും 13. 2 ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്ന് u+a=5 ആണ്, u+5a=13 ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് u എന്തെഴുതാം? 5 - a എന്ന് എഴുതാം. u = 5 - a. അത് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യുന് പകരം 5 - a എന്ന് എഴുതിയാൽ 5 - a യുന് പകരം +5a = 13 എന്ന് എഴുതാം. നോക്കൂ കുട്ടികളെ, ഇവിടെ 5a ഉണ്ട്, ഇവിടെ a എന്ന് പറഞ്ഞാൽ 1a ഉണ്ട്. അപ്പൊ 5a 1a അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടും 5 + 4a = 13 കിട്ടും. അതായത് ഈ 5a നിന്ന് 1a കുറഞ്ഞു, അപ്പൊ 4a = 13. അപ്പൊ 4a വില എത്ര കിട്ടും? 4a = 13 - 5 നമുക്ക് ആൻസർ കിട്ടും 8. 4a = 8 എന്ന് നമുക്ക് കിട്ടിയാല് നോക്കൂ, 4a = 8 കിട്ടിയാൽ a = 8/4 = 2 എന്ന് കിട്ടും. a എന്ന് പറഞ്ഞാൽ നിരക്കാണ്, അത് 2 എന്ന് കിട്ടി. a വില 2 കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് യുനെ കണ്ടുപിടിക്കാം. അപ്പൊ u എത്ര വരും? u = 5 - a 2 ആണ്. അപ്പൊ 5 - 2 ആണ്. നമുക്ക് ഉത്തരം കിട്ടും 3 എന്ന് പറയുന്ന ഉത്തരം യുവിനെയും കിട്ടും. അപ്പൊ നമുക്ക് u എന്ന് പറഞ്ഞാല് തുടക്കത്തിലെ സ്പീഡ്, ഇനീഷ്യൽ സ്പീഡാണ് u. അത് നമുക്ക് ഉത്തരം കിട്ടി 3 എന്ന് കിട്ടി. a എന്ന് പറഞ്ഞാല് റേറ്റ് ആണ്, അതിന്റെ സ്പീഡിന്റെ റേറ്റ് ആണ്, അത് നമുക്ക് a ആണ്. അപ്പൊ വേഗതയുടെ നിരക്കാണ്, അത് നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പൊ ഇങ്ങനെ 2 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ടി സെക്കൻഡിലെ സ്പീഡാണ്, ഈ തന്നത്. അപ്പൊ നമ്മൾക്ക് ചോദ്യത്തിൽ അതിന് ശേഷം തന്നിട്ടുണ്ട് 1 സെക്കൻഡിൽ സ്പീഡ് ഇത്ര, 5 സെക്കൻഡിൽ സ്പീഡ് ഇത്ര. അപ്പോ ടി സെക്കൻഡിൽ u+at ആണെങ്കിൽ 1 സെക്കൻഡിൽ u+a×1. അപ്പൊ u+a×1 ആണ് 1 സെക്കൻഡിലെ സ്പീഡ്, അത് 5 എന്ന് എഴുതി. ഓക്കെ, അതാണ് u+a×1 = 5. ഇനി രണ്ടാമത് 5 സെക്കൻഡിലെ സ്പീഡ് ക്വസ്റ്റ്യനിലുണ്ട് 13. അപ്പൊ u+a×5 ആയിരിക്കുമല്ലോ 5 സെക്കൻഡിൽ വരിക. അപ്പൊ u+a×5 അത് 13. അത് രണ്ടും കൂടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒന്ന് u+a5 കിട്ടി, പിന്നെ രണ്ടാമത്തത് u+5a 13. ഇത് രണ്ടും കൂടിയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ u = എഴുതുന്നു. ഈ u = എഴുതേണ്ട കാരണം യുവിന്റെ വില രണ്ടാമത്തേല് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് എന്ത് കിട്ടി? a കിട്ടി, പിന്നെ നമുക്ക് യുവും കൂടെ കിട്ടി. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ബൈ.